അടുത്തത് പ്രിയപ്പെട്ട കസ്തൂരി ദേവവക്കീലിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു ഫേക്ക് ഇഷ്യൂ ആണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. യഥാർത്ഥ വിഷയം എന്താണ്? യഥാർത്ഥ വിഷയം ഭരണഘടനയാണ്. ഭരണഘടനയിൽ ഈ മതേതരത്വവും അതുപോലെ തന്നെ സോഷ്യലിസം എന്ന രണ്ട് വാക്കുകൾ ചേർത്തതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഈ രണ്ട് വാക്കുകളാണോ നമ്മുടെ വിഷയം? അല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഈ രണ്ട് വാക്കുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ പ്രതിഫലിപ്പിക്കുന്ന രണ്ട് വാക്കുകൾ മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ പറയുന്ന സെക്യുലറിസം, ആ സെക്യുലറിസം 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നല്ല. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾ നിങ്ങൾ എടുത്തു നോക്കണം. മതങ്ങൾക്ക് മുഴുവൻ ഇവിടെ എങ്ങനെ പ്രവർത്തിക്കാം, മതവിശ്വാസം എങ്ങനെ പ്രചരിപ്പിക്കാം എന്നൊക്കെ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് പുതുതായിട്ട് കൂട്ടിച്ചേർത്താണെന്നല്ല. ഈ പറയുന്ന സെക്യുലർ എന്നൊരു വാക്ക് കൂട്ടിച്ചേർത്തതിലൂടെ വന്ന ഒന്നല്ല മതേതരത്വം എന്നത്. അത് ഒരു കണ്ണാടി മാത്രമാണ്. ഈ മതേതരത്വം എന്നുള്ളത് ഒരു കണ്ണി, റിയൽ ആയിട്ടുള്ള സാധനം അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. അതുപോലെ തന്നെ പാർട്ട് 4 നിങ്ങൾ എടുത്തു നോക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4. ആ പാർട്ട് 4 പറയുന്നത് ഇക്വാളിറ്റിയെ കുറിച്ചാണ്. ഇക്കണോമിക് ഇക്വാളിറ്റി, എഡ്യൂക്കേഷണൽ റൈറ്റ്. സോഷ്യലിസം എന്നുള്ള വാക്കിനെ പ്രതിഫലിപ്പിക്കുന്നതാണ്. അതിന്റെ ഉള്ളടക്കമുണ്ട് ഇതിന്റെ അകത്ത്, ഭരണഘടനക്കകത്ത്. ആ ഭരണഘടനക്കകത്തെ ഉള്ളടക്കത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ നടന്നത്. നിങ്ങളത് എടുത്തു കളഞ്ഞോ? ഇപ്പോഴും എടുത്തു കളഞ്ഞോ? മോദിയോ സുപ്രീം കോടതിയോ ആര് വേണമെങ്കിലും എടുത്തു കളയട്ടെ. എടുത്തു കളഞ്ഞാലും നിങ്ങൾക്ക് ഈ സാധനം ഭേദഗതി ചെയ്യാത്ത കാലത്തോളം അത് അവിടെ ഉണ്ട്. ഉള്ള ഒന്നിനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, പ്രിയാമ്പിൾ അമെൻഡബിൾ ആണോ അല്ലയോ, ഭേദഗതിക്ക് വിധേയമാണോ അല്ലയോ എന്നുള്ളത് ബേസിക് സ്ട്രക്ചറാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ബേസിക് സ്ട്രക്ചർ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ? ഈ ചോദ്യമാണ് കാതലായിട്ടുള്ള ചോദ്യം. അത് ഡെമോക്രസിയാണ്. ഈ രണ്ട് പദങ്ങൾ ചേർക്കുന്നതിന് മുന്നേ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്തായിരുന്നു? സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, പരമാധികാര ജനാധിപത്യ രാജ്യം, രാഷ്ട്രം. അപ്പോൾ ഡെമോക്രസിയാണ് ഇതിന്റെ ഉള്ളടക്കം. ഡെമോക്രസിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ മോദിക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ ഷായ്ക്ക് നിലനിൽക്കാൻ സാധിക്കില്ല, സംഘപരിവാറിന് നിലനിൽക്കാൻ സാധിക്കില്ല. കാരണം അവർ ഡെമോക്രസിയുടെ ആളേ അല്ല. ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമാകുമ്പോൾ ശ്യാമപ്രസാദ് മുഖർജിയുടെ റോളൊക്കെ പറഞ്ഞല്ലോ. RSSന്റെ റോൾ എന്താ പറയുന്നത്? അതും പറയണ്ടേ? ശ്യാമപ്രസാദ് മുഖർജിയുടെ റോള് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ശ്യാമപ്രസാദ് മുഖർജി അടക്കമുള്ള ഹിന്ദുത്വവാദികളെ ഉൾക്കൊണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ആയിരുന്നു ഉണ്ടായിരുന്നത്. പുറത്തു നിർത്തിയിട്ടല്ല, അകത്ത് കയറ്റി ഇരുത്തി ചർച്ച ചെയ്തിട്ട് വിയോജിപ്പുകൾ ഒക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്തുണ്ടാക്കിയ ഒരു ഭരണഘടനയാണ്. അല്ലാണ്ട് നെഹ്റുവിന്റെ വീടിന്റെ അടുക്കളയിൽ ഇരുന്ന് സ്വകാര്യമായി ഉണ്ടാക്കിയ ഒന്നാണെന്ന് പറയാൻ പറ്റുമോ? ഈ പറയുന്ന ഹിന്ദു മഹാസഭയുടെയും RSSന്റെയും ഹിന്ദുത്വ ശക്തികളുടെയും പ്രതിനിധികളെ അടക്കം ഇരുത്തി ചർച്ച ചെയ്ത് രൂപീകരിക്കപ്പെട്ട ഒരു ഭരണഘടന. ആ ഭരണഘടനയുടെ ബേസിക് ആയിട്ടുള്ള നേച്ചർ എന്താ? അതിന്റെ സ്ട്രക്ചറൽ സ്വഭാവം എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സ്റ്റേറ്റ്സിന്റെ യൂണിയൻ എന്നാ പറയുന്നത്. യൂണിയൻ അല്ല, സ്റ്റേറ്റുകൾ ചേർന്നിട്ടുള്ള യൂണിയൻ. ഫെഡറൽ സംവിധാനത്തിന്റെ ഉള്ളടക്കമുണ്ട് അതിനകത്ത്. ഈ ഫെഡറൽ സംവിധാനത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന നടപടികളാണ് 2014 ശേഷം ഇന്ത്യക്കകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഏത് കാര്യം നിങ്ങൾ എടുത്തു നോക്കോ, ഏത് കാര്യം, എല്ലാം കേന്ദ്രീകരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന വികേന്ദ്രീകൃതമായ അധികാരത്തെക്കുറിച്ച്, മറ്റ് ജനസഞ്ചയങ്ങളുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വികേന്ദ്രീകൃതമായിട്ട് പറയുകയാണ്. അതാണ് അതിനെ നമ്മൾ ഒതുക്കി ഒരു ഇതിൽ പറയുന്നതാണ് നാനാത്വത്തിലേകത്വം. അത്രയും വിശാലമായിട്ടുള്ള ഒരു ഉള്ളടക്കമുള്ള ഭരണഘടനയുടെ ആ വിശാലമായ ഉള്ളടക്കത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഒട്ടനെ ചെയ്തത് എന്താ? അധികാരത്തിൽ കയറി ഒട്ടനെ ചെയ്തത് നോട്ട് നിരോധിച്ചു. ആരോട് ചോദിച്ചു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് പോലും ചർച്ച ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് 2016 നവംബർ 8 നോട്ട് നിരോധിക്കുക. എന്താ ചെയ്തിരിക്കുന്നത്? ഭീകരവാദമാണ്.
ഒരു ജനതയെ മുഴുവൻ സാമ്പത്തികമായി നിരായുധീകരിക്കുന്ന നിസ്സഹായതയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു നടപടി. എത്ര മനുഷ്യർ മരണപ്പെട്ടു, എത്ര ലക്ഷം തൊഴിൽ നഷ്ടപ്പെട്ടു, എത്ര സ്ഥാപനങ്ങൾ പൂട്ടപ്പെട്ടു. ഒരു രാജ്യത്തെ പൂർണ്ണമായിട്ടും തകർത്തു കളയുന്ന, സാമ്പത്തികമായി നിസ്സഹായാവസ്ഥയിലേക്ക് വലിച്ചെറിയുന്ന ഒരു നടപടി എത്ര നിസ്സംഗമായിട്ടും നിസ്സാരമായിട്ടുമാണ് ഒരു ഭരണകൂടം നമ്മുടെ മേലെ അടിച്ചേൽപ്പിച്ചത്. ഇനി രണ്ടാമത് നിങ്ങൾ നോക്കുക, GST. രണ്ടാം സ്വാതന്ത്ര്യം എന്നാണ് പ്രഖ്യാപിച്ചത്. അർദ്ധരാത്രിക്ക് പാർലമെന്റ് വിളിച്ചു കൂട്ടി ചർച്ച ചെയ്യുകയാണ് GST നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. എന്താ GST യിലൂടെ ഈ രാജ്യത്തിന്റെ വിശാലമായ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നികുതി സംവിധാനമാണ്. ഒരു പ്രദേശത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ ആ പ്രദേശത്തെ ഭരണകൂടത്തിന് അധികാരമുണ്ട്. ഒട്രോയി പോലുള്ള ടാക്സ് ഉണ്ട്. ആ ടാക്സ് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇപ്പോ എല്ലാ സംസ്ഥാനങ്ങളും പോയിട്ട് ഇരക്കുകയാണ്, കൈ നീട്ടുകയാണ്, തരണം, എന്തെങ്കിലും തരണം എന്ന് പറയുന്നിടത്തേക്ക്. ഇത് ഒരു കാര്യത്തിൽ മാത്രമല്ല, വിവിധങ്ങളായ കാര്യങ്ങളിൽ ഇതേ സ്വഭാവം നിങ്ങൾക്ക് കാണാം. ബാങ്കുകളുടെ അമാൽഗമേഷൻ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ കൊണ്ടുപോയി ലയിപ്പിക്കുകയാണ്. ഈ ലയനത്തോടെ സംഭവിക്കുന്നത് എന്താ? പ്രാദേശികമായി ഈ പ്രദേശത്തെ മനുഷ്യർക്ക് ലഭിക്കേണ്ടുന്ന സാമ്പത്തിക പരിഗണനകളുടെ നിഷേധമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് നമ്മളെല്ലാം പോകണം. ഇനി നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഇല്ല. ട്രാവൻകൂറിലുള്ള സമയത്ത് നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക തലത്തിലുള്ള മനുഷ്യർക്ക് സാമ്പത്തികമായിട്ട് ആ സ്ഥാപനത്തിനെ ആശ്രയിക്കാമായിരുന്നു. അത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇനി 370 കുറിച്ച് പറഞ്ഞുകൂടെ? 370. ഈ 370 കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന ഇവിടുത്തെ സംഘപരിവാറുകാർ എന്തുകൊണ്ട് 371 കുറിച്ച് മിണ്ടുന്നില്ല? 371F എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതെന്താ? സിക്കിമിന്റെ സ്റ്റാറ്റസ് എന്താ? സിക്കിമിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ 371F പറയുന്നത് അവിടെയുള്ള ഭരണ സംവിധാനം അതുപോലെ നിലനിർത്താമെന്നാ. അതുപോലെ നിലനിർത്താം. ടെമ്പററി എന്ന് പറയുന്നുണ്ട്, ശരിയാ, ടെമ്പററിയാണ്. 370 ടെമ്പററിയാ. പക്ഷെ 370 വന്ന ചരിത്ര പശ്ചാത്തലം എന്താണ്? കാശ്മീർ എങ്ങനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി? അന്ന് ഇന്ത്യയിലെ ഭരണാധികാരികൾ നൽകിയ വാഗ്ദാനങ്ങൾ എത്ര നിറവേറ്റി കാശ്മീരില്? ഈ ചോദ്യങ്ങൾക്ക് അവശേഷിക്കുന്നില്ലേ? നിങ്ങൾ ടെമ്പററിയാണ്, അതുകൊണ്ട് എടുത്തു കളഞ്ഞിരിക്കുന്നു, പുഷ്പം പോലെ കളഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എത്ര പുഷ്പം പോലെ പറയാൻ സാധിക്കുന്നു? കാശ്മീരിന് വേണ്ടി ചെലവഴിക്കുന്ന കോടികൾ എത്രയാണ്? എന്റെയും നിങ്ങളുടെയും ഈ രാജ്യത്തിലെ മൊത്തം മനുഷ്യരുടെ 130 കോടി ജനങ്ങളുടെ നികുതിപ്പണമാണ് ലഡാക്കിലും അതുപോലെ തന്നെ കാശ്മീരിന്റെ വിവിധ മേഖലകളിലും ചെലവഴിക്കപ്പെടുന്നത്. ഈ കാശ്മീരിന് വേണ്ടി ചെലവഴിച്ച കാശുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയെക്കാളും ബ്രിട്ടനേക്കാളും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഈ രാജ്യം മാറുമായിരുന്നു. നമ്മൾ ഈ കപടമായ രാജ്യസ്നേഹത്തിന്റെ മറവിൽ ഇത്തരത്തിലുള്ള അങ്ങേത്തലക്കൽ നെറികെട്ട ഭരണകൂടങ്ങളുടെ നിലപാടുകളെ നമ്മൾ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്യാൻ തന്റെ ഇടമില്ല. ഇവിടെ നിങ്ങൾ നോക്കുക, ഭാഷ എപ്പോഴോ വലിച്ചെറിഞ്ഞു പോയ ഹിന്ദി എന്ന് പറയുന്ന ഭാഷയെ ഞങ്ങളുടെ വീണ്ടും കൊണ്ടുവരികയാണ്. എല്ലാം ഏകത്വത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് ഫാസിസത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. എല്ലാം കേന്ദ്രീകരിക്കപ്പെടുക. ഈ കേന്ദ്രീകരണമാണ് കഴിഞ്ഞ 2014 ഒരുപക്ഷെ വാജ്പേയിയുള്ള കാലത്ത് പോലും ചെയ്യാത്ത കാര്യമായിരുന്നു. വാജ്പേയിയൊക്കെ ഭരണഘടനയുടെ ഒരു പരിധി വരെയെങ്കിലും ഭരണഘടനയെ മാനിക്കാൻ ചെയ്യാമായിരുന്നു. പക്ഷേ 2014 ശേഷം കഴിഞ്ഞ 11 വർഷങ്ങളായി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അധികാരത്തിന്റെയും സമ്പത്തിന്റെയും എല്ലാം കേന്ദ്രീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്പത്തിന്റെ കേന്ദ്രീകരണം. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞു നിർത്താം. ഒരുപാട് പറയാനുണ്ട്. ഒറ്റൊരു ഉദാഹരണം പറഞ്ഞു. ഇതൊക്കെ ആർക്ക് വേണ്ടി എന്നുള്ളൊരു ചോദ്യം നാം ചോദിക്കണം. അംബാനിക്കും അദാനിക്കും വേണ്ടി, വേദാന്തത്തിന് വേണ്ടിയിട്ട്. 70-75 ആദിവാസികളെ ഛത്തീസ്ഗഡിൽ വസ്തറിൽ വെടിവെച്ച് കൊന്നിട്ട് അമിത്ഷാ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ തൂത്തുവാരിക്കളി. മനുഷ്യരെ പച്ചക്ക് വെടിവെച്ച് കൊന്നിട്ട് പറയുക ഇവിടെ വിചാരണ വേണ്ട. നിയമം, ഭീകരവാദം എല്ലാ കാലത്തും ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. ആ ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഭരണകൂടം പകരം ഭീകരവാദമല്ല പ്രയോഗിക്കേണ്ടത്. അതിന് അതിൻ്റെതായ നിയതമായ നിയമവ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾക്കകത്തൂടെ കടത്തി വിടുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ജയിലുകളിൽ ആളുകൾ തടവുകാരായി കിടക്കുന്നത്. അത് സ്വീകരിക്കുന്നതിന് പകരം പച്ചക്ക് വെടിവെച്ച് കൊന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ എങ്ങനെയാണ് ഭരണാധികാരികൾക്ക്? അവിടെയാണ് ഫാസിസവും ഭീകരവാദവും യഥാർത്ഥത്തിൽ വരുന്നത്. നമ്മുടെ തലക്കുമുള്ളിൽ നമുക്കത് വിഷയമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു.
ഞാൻ പറഞ്ഞു വന്നു, ഞാൻ നിർത്തുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ആ ജനാധിപത്യ ഉള്ളടക്കത്തെ പ്രതിഫലിപ്പിക്കുന്ന രണ്ട് വാക്കുകൾ മാത്രമായിട്ടാണ് ഞാൻ ഈ പറയുന്ന സെക്യുലറിസത്തെയും അതുപോലെ തന്നെ സോഷ്യലിസത്തെയും കാണുന്നുള്ളൂ. അത് രണ്ടും നിങ്ങൾ എടുത്തു കളഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ആ തരത്തിൽ ഭേദഗതി ചെയ്യാത്ത കാലത്തോളം നിങ്ങൾക്ക് ഇത് കപടമായ വിഷയമാണ്. ഫാസിസ്റ്റുകൾ എല്ലാ കാലത്തും ചെയ്യുന്നത് ആ കപടമായ ഒരു വിഷയം നമ്മുടെ മുന്നിലേക്കിടും. അതുകൊണ്ട് അപരത്വം ഉണ്ടാക്കുന്നത് കപടതയാണ്. മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ തങ്ങളുടെ കൂടെ നിർത്തുകയും അതേ അവസരത്തിൽ ക്രിസ്ത്യാനികളുള്ള മിസോറാമിലും അതുപോലെ തന്നെ മണിപ്പൂരിലും മറ്റു പ്രദേശങ്ങളിലും എല്ലാം ക്രിസ്ത്യാനികളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അങ്ങനെ നാളെ നമ്മളെയും വേട്ടയാടാൻ ഇവിടെ എത്തിച്ചേരും. ഒരു സംശയവും വേണ്ട.